ഹാദിയൻ്റെ വീഡിയോസൊക്കെ ഇപ്പോൾ നല്ല ട്രെൻഡിങ് ആണ്. അപ്പോൾ ഞാൻ ചോദിക്കുന്നത് ഇങ്ങനത്തെ സംഗതികളൊക്കെ ഇപ്പോഴും ഉണ്ടോ? അമ്മായിമ്മ മരുമോൾ പോര് അല്ലെങ്കിൽ വീടുകൾ അങ്ങനെയൊക്കെ ഇപ്പോഴും ഉണ്ടോ എന്ന് തോന്നിപ്പോവും. ഇത്തരം കണ്ടന്റിലേക്ക് വരാനുള്ളൊരു റീസൺ എന്താണ്? നമ്മുടെ സമൂഹത്തിൽ ഇപ്പോഴും കുറേ ആൾക്കാർ അനുഭവിക്കുന്നൊരു സിറ്റുവേഷൻസ് ആണിത്. എനിക്ക് ഒരുപാട് ഉമ്മമാരും അതേപോലെ മരുമക്കളും ഒക്കെ മെസ്സേജ് അയക്കാറുണ്ട്. അവർ മെസ്സേജ് അയക്കുന്നതിന് അവരുടെ ജീവിതത്തിൽ കുറേ അനുഭവിക്കുന്ന വീട്ടിൽ നടക്കുന്ന കുറേ പ്രശ്നങ്ങൾ കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അവർക്കിത് പുറത്ത് ഡയറക്റ്റായിട്ട് പറയാൻ പറ്റില്ല. അപ്പോൾ എന്നോട് ചോദിച്ച് നിങ്ങൾക്കിതൊരു കണ്ടൻ്റായിട്ട് ചെയ്യാൻ പറ്റുമോ? പിന്നെ നമ്മൾ സമൂഹത്തിൽ തന്നെ നടക്കുന്ന കുറേ കാര്യങ്ങളാണല്ലോ, ഇതാരും പുറത്ത് പറയുന്നില്ല. പിന്നെ ഞങ്ങൾ ചെയ്യുന്ന കണ്ടൻറ് എന്ന് വെച്ചാൽ ഞങ്ങൾ നല്ലൊരു മെസ്സേജാണ് കൊടുക്കുന്നത്. ആരും അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലിപ്പിരിയണമെന്ന് നമ്മൾ ഒരിക്കലും വിചാരിക്കുന്നില്ല. നല്ലൊരു മെസ്സേജ് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ നമ്മളെ പുറത്തെ സമൂഹമൊക്കെ ഒന്ന് മാറ്റി ചിന്തിക്കുള്ളൂ. മാറണം. നമ്മൾ വിചാരിക്കൂ പഴയ കാലം ഇപ്പോഴും ഇല്ലയെന്ന്, പക്ഷേ ഇപ്പോഴും അനുഭവിക്കുന്നവരുണ്ട് കുറേ ആൾക്കാർ. വീടിൻ്റെ ഉള്ളിലും പുറത്തൊക്കെ ആയിട്ട് അനുഭവിക്കുന്ന കുറേ ഉമ്മമാരുണ്ട്, മരുമക്കളുണ്ട്, അതൊക്കെ ഉണ്ട്. പിന്നെ അതേപോലെ തന്നെ ഞാൻ പുറത്തിറങ്ങി പോകുമ്പം തന്നെ ഒരുപാട് ഉമ്മമാരൊക്കെ വന്നിട്ട് കെട്ടിപ്പിടിച്ചിട്ട് ഞങ്ങളൊക്കെ അനുഭവിക്കുന്നുണ്ട് മോളെ എന്ന് പറയുമ്പം തന്നെ നമുക്കൊരു അതെ ഭയങ്കര ഒരു ഫീലിങ്സ് ആണ്. അത് എന്ത് ഇമോഷണലാണ് നമുക്ക് വരിക എന്ന് പറയാൻ പറ്റില്ല. അത്രേ ഒരു നമുക്ക് സന്തോഷം തോന്നും, സങ്കടവും തോന്നും, ഒക്കെ തോന്നും.